നമസ്കാരം. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ സമ്മതിദാനാവകാശം എന്ന് പറയുന്നത് ഏതൊരു ഇന്ത്യൻ പൗരന്റെയും മൗലിക അവകാശമാണ്. അത് വിനിയോഗിക്കുക. അപ്പോൾ വിനിയോഗിക്കുന്നതിന് മുമ്പ് നോക്കിയും കണ്ടും ഒക്കെ ചെയ്യുക. അപ്പം ആര് ജയിച്ചിട്ടും നമുക്കൊരു കാര്യവും ഇല്ല. നമ്മൾ രാവിലെ ജോലിക്ക് പോയാൽ നമ്മുടെ കുടുംബം പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകും. നമ്മളെ കുട്ടികൾ പട്ടിണിയാവില്ല. അപ്പോൾ യാവൻ ജയിച്ചിട്ടും നമുക്ക് ഒരു കാര്യവും ഇല്ല. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ വോട്ട് ചെയ്യുന്നത് നമ്മുടെ മൗലിക അവകാശം, അത് വിനിയോഗിക്കുക. LDFനോ UDFനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആർക്കോ ചെയ്യുക. നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിലടിപ്പിക്കുന്നവരെ അകറ്റി നിർത്തി നിങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. പെരുന്നാള്, ഓണം, ക്രിസ്മസ് ഇതെല്ലാം നമുക്ക് ഒരുമിച്ചിരുന്ന് ആഘോഷിക്കാൻ, അങ്ങനെയുള്ള ആഘോഷങ്ങൾ നമ്മൾ ഒരുമിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നവന്മാരെ അകറ്റി നിർത്തുക. പിന്നെ ഒരു കാര്യം, ആര് ജയിച്ചിട്ട് നമുക്കൊരു കാര്യവുമില്ല. നമ്മൾ പണിയെടുത്താൽ നമുക്ക് അന്തസ്സായി ജീവിക്കാം. ഇന്ന് വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് വോട്ട് ചോദിച്ച് തല കുമ്പിട്ട് നിന്ന് വോട്ട് ചോദിച്ച് ജയിച്ചു കഴിയുമ്പോൾ അവർ AC കാറിൽ അവർ പോകും. നമ്മൾ വീണ്ടും പണിയെടുക്കണം. പണിയെടുത്ത് നടുവൊടിക്കും. അത് നമ്മുടെ വിധി. അപ്പോൾ സമ്മതിദാനാവകാശം നിങ്ങൾ നേരം വണ്ണം കണ്ട് ഒക്കെ ചെയ്യൂ. ദൈവത്തിൻ്റെ സ്വന്തം നാട് അങ്ങനെ അങ്ങ് പോണം. അതിനു വേണ്ടി ചെയ്യുക, വോട്ട് ചെയ്യുക.